Hi viewers, welcome to another episode of Lakshmi's Cooking Stories. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എഗ് ബൈറ്റ്സ്, മുട്ട കൊണ്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പ്രോട്ടീൻ റിച്ച്, എന്നാൽ നിറയെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. എഗ് ബൈറ്റ്സിന് വേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നമുക്ക് ഉപ്പ് 1 ടീസ്പൂണാണ് ചേർക്കാനുള്ളത്. പിന്നെ ഉപ്പ് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യമേ ഉപ്പ് ചേർക്കാം. മുട്ടയിൽ പിന്നെ ഉപ്പ് നോക്കാൻ പറ്റില്ലല്ലോ. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സവാള കുഞ്ഞായിട്ട് നുറുക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ സീഡൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കുഞ്ഞു കപ്പിന് 1 കപ്പ് ക്യാബേജ് കുഞ്ഞായിട്ട് നുറുക്കിയത് അതുകൂടെ ചേർക്കാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 1/4 കപ്പ്, ബീൻസ് ഒരു 1/4 കപ്പ്, ഗ്രീൻ ചില്ലി 2 എണ്ണം ചെറുതായിട്ട് നുറുക്കിയത്, മല്ലിയില കുഞ്ഞായിട്ട് നുറുക്കിയത്. ഇത്രയാണ് ഇതിന് വേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്യാപ്സിക്കം ഒക്കെ കുഞ്ഞായിട്ട് നുറുക്കി ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം അല്ലെങ്കിൽ പണിയാരം ഉണ്ടാക്കുന്ന പാൻ ഉണ്ടാവുമല്ലോ, ഇത് മാതിരി അതെടുക്കുക. അതിലേക്ക് ഒരുപാട് ഓയിൽ വേണ്ട, കാരണം ഇത് നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പം വളരെ കുറച്ച്, എല്ലാ കുഴിയിലും വളരെ കുറച്ച് ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ഡ്രോപ്സ് എന്ന് തന്നെ പറയാം. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സ്ചർ ഓരോ ടേബിൾ സ്പൂൺ വീതം, ഞാൻ ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അത് വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. നമുക്കപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഈ സൈഡിലൂടെ വേഗം വെയിറ്റ് ചെയ്യാം. 2 സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. രാവിലെ ഒരു നല്ലൊരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയ എഗ് ബൈറ്റ്സിൻ്റെ റെസിപ്പി കണ്ടല്ലോ. വളരെ ഈസി റെസിപ്പിയാണ്. നല്ല ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.